നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF ഭരണം തുടരണമെന്ന ബോധത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയണമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും MA ബേബി. ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസ് AKG മന്ദിരം നാടിന് സമർപ്പിച്ചു. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെറും തട്ടിപ്പെന്ന് തൃശൂർ DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ. അതിദരിദ്രരുടെ ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന പരാതിയുമായി വയോധിക വടക്കാഞ്ചേരി നഗരസഭ കയറിയിറങ്ങുകയാണെന്നും ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ നഗരസഭയിലുണ്ടെന്നും അജിത് കുമാർ. താൻ പറ്റിക്കപ്പെട്ടെന്നും വീടും സ്ഥലവും ലഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരമെന്നും ഭുവനേശ്വരി അമ്മ. ഷൊർണൂർ നഗരസഭാ ദുർഭരണത്തിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഷൊർണൂർ രക്ഷായാത്രയ്ക്ക് തുടക്കം. കുതിരാനിൽ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകൾ. വിക്രം ഭരത് കുങ്കിയാനകൾ എത്തിയത് ഒറ്റയാനെ കാടുകയറ്റുക എന്ന ദൗത്യവുമായി. ആനയെ കാടുകയറ്റാൻ പരമാവധി ശ്രമിക്കുമെന്നും വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടിയെന്നും വനംവകുപ്പ് അധികൃതർ. പറളി ഉപജില്ലാ കലോത്സവത്തിന് സമാപനം. 476 പോയിന്റോടെ പത്തിരിപ്പാല GVHS ചാമ്പ്യന്മാർ. പാലക്കാട് 37ാമത് കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ അടുക്കള ഉണർന്നു. വാർത്തകൾ വിശദമായി. LDF ഭരണം തുടരണമെന്ന ബോധത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയണമെന്നും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസായ AKG മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയണമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. LDF ഭരണം തുടരണമെന്ന ബോധ്യത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ളവരുടെ പാർട്ടികളാണ്. മുഖ്യമായും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടികളാണ്. കുറച്ചുകൂടെ വലിയ പാർട്ടിയായിരുന്നു. അംബാനി അദാനി അങ്ങനെയുള്ളവരെല്ലാം സംഭാവന മനസ്സിലാക്കാൻ നിങ്ങൾ നിർമ്മാണമായിരിക്കുന്നുള്ളൂ. ഇതൊരു നാട്ടുപ്രമാണമാണ്. വേണ്ടത്ര സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടത്തുന്നു. എന്തുകൊണ്ടാണ് CPIM ഇടതുപക്ഷ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അതിനായകത്വം വഹിക്കുന്ന CPIM-ആണ്. പാർലമെന്റിലും അസംബ്ലികളിലും എത്ര സീറ്റുണ്ടെന്നുള്ളത് മാത്രമല്ല അവർക്ക്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്തു. EN സുരേഷ് ബാബു പതാക ഉയർത്തി. VS സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും PP കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാറും ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ജില്ലാ കമ്മിറ്റി അംഗം M ഹംസയും ഉദ്ഘാടനം ചെയ്തു. സുവനീർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷും AKGയുടെ ഫോട്ടോ അനാച്ഛാദനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLAയും നിർവഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA സംസാരിച്ചു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം K സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെറും തട്ടിപ്പെന്ന് തൃശൂർ DCC സെക്രട്ടറി K അജിത് കുമാർ. അതിദാരിദ്ര്യരുടെ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശിനി 70 വയസ്സുള്ള അവിവാഹിതയായ ഭുവനേശ്വരി അമ്മ നഗരസഭ കയറിയിറങ്ങുകയാണെന്നും അജിത് കുമാർ പറഞ്ഞു.
താൻ പറ്റിക്കപ്പെട്ടെന്നും വീടും സ്ഥലവും ലഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ഭുവനേശ്വരി അമ്മ പറഞ്ഞു. വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങി നടക്കുകയാണ് ഇവർ. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ ആകെ ഉപജീവനമാർഗം. ആ പണം കൊണ്ട് ഭക്ഷണത്തിനോ മരുന്നിനോ തികയുന്നില്ല എന്നും അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെടുത്താനുള്ള സർവേ കഴിഞ്ഞുപോയതാണ്. പിന്നീട് ഒരു അറിയിപ്പും ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് ഭുവനേശ്വരി അമ്മയ്ക്ക് മനസ്സിലായത്. അന്നു മുതൽ പരാതിയുമായി അവർ നഗരസഭയിൽ കയറിയിറങ്ങുകയാണ്. തനിക്ക് വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു. കുറേ പ്രാവശ്യം ഞാൻ കയറിയിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതുവരെ എനിക്കൊരു അപേക്ഷ തിരിക്കാൻ തന്നിട്ടില്ല. ഒരു സ്ഥലത്തിന് എനിക്ക് വീട് കിട്ടിയിട്ടില്ല. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ അതിദരിദ്രരായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു. ഇടതു സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും DCC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളം ദരിദ്ര വിമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിൽ അതിദരിദ്രരില്ല, താമസിക്കാൻ സ്ഥലമില്ലാത്ത, കിടപ്പാടമില്ലാത്ത ആരുമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞത്. ഈ നിൽക്കുന്ന ഭുവനേശ്വരി അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് ആകെയുള്ളത് ഈ ഇവിടുന്ന് കിട്ടുന്ന പെൻഷനാണ്. വേറെ യാതൊരു വരുമാനവുമില്ല. പലപ്പോഴും സഹോദരി എന്തെങ്കിലും കൊടുത്താലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് സ്ഥലമോ വീടോ ഒന്നുമില്ല. അതിദരിദ്രരുടെ സർവേ വന്നപ്പോൾ ഭുവനേശ്വരി ഈ നഗരസഭയിൽ അപേക്ഷ കൊടുത്തിരുന്നു. വർഷങ്ങളായി ഇങ്ങനെ നടക്കുകയാണ് ഇവർക്കൊരു സ്ഥലമോ വീടോ കൊടുക്കാൻ ഇതുവരെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കണ്ടപ്പോഴാണ് അപേക്ഷ കൊടുത്ത് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നറിഞ്ഞ് ഇപ്പോൾ ഇവിടെ വീടിൻ്റെ ഇത് അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുപോലെ നൂറുകണക്കിന് ആളുകളാണ് വടക്കാഞ്ചേരി നഗരസഭയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഭരണത്തെ അധിക്ഷേപിച്ച് മുൻ MLAയും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ CP മുഹമ്മദ്. ഷൊർണൂരിന്റെ വളർച്ച തീരെ മോശമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പൽ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന ഷൊർണൂർ രക്ഷായാത്ര പൊയിലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP മുഹമ്മദ്. ഇതുപോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മുനിസിപ്പൽ ഭരണം ഷൊർണൂരിലെ പോലെ വേറെ ഉണ്ടായിട്ടില്ല. ഞാനിതൊരു ദോഷൈക ദൃക്കായതുകൊണ്ട് പറയുകയല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് മുനിസിപ്പാലിറ്റി ഭരണം പാലക്കാട് ജില്ലയിലും പാലക്കാട് ജില്ലയുടെ പുറത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതി? ഞാൻ MLA ആവുമ്പോൾ പണി പൂർത്തിയാക്കിയ പട്ടാമ്പി ഷൊർണൂർ റോഡ്, അത് പാലം വരെ അങ്ങനെ ടൗണ് ചുറ്റി ഉള്ള ആ റബ്ബറൈസ് ചെയ്തത് കഴിച്ചാൽ മറ്റേതൊരു പഞ്ചായത്തിനേക്കാളും മോശമാണ് ഷൊർണൂറിലെ റോഡുകളുടെ സ്ഥിതി. റബ്ബറൈസ് റോഡുകളുടെ എണ്ണം വളരെ കുറവാണ്. ആധുനിക ഒരു നഗരം എന്നുള്ള നിലയിൽ ഷൊർണൂരിൻ്റെ വളർച്ച വളരെ മോശമായ രീതിയിലാണ്. നമ്മുടെ രാജ്യത്തെ പട്ടാമ്പി, എന്തിനേറെ ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, തൊട്ട ജില്ലയിലെ പെരിന്തൽമണ്ണ അടക്കമുള്ള പട്ടണങ്ങൾ എല്ലാം ഒരു പട്ടണങ്ങളായി വരുന്നതിന് മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു ഷൊർണൂർ. അതിന് 2-3 കാരണങ്ങളുണ്ട്. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ K കൃഷ്ണകുമാറിന് CP മുഹമ്മദ് കൊടി കൈമാറി. ഷൊർണൂർ മുനിസിപ്പൽ ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ രക്ഷായാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന ജാഥ 6 വൈകിട്ട് പൊയിലൂരിൽ നിന്നാണ് ആരംഭിച്ചത്. യോഗത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് നൌഫൽ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, TK ഹമീദ്, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, TK ആഷിഖ്, V ആനന്ദ്, P മുഹമ്മദ്, OM ഗോപികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകല രാജൻ വൈസ് ക്യാപ്റ്റനും വിജയ് പ്രകാശ് ശങ്കർ ജാഥ ക്യാപ്റ്റനുമാണ്. ജാഥ പ്രയാണം തുടരുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുതിരാനിലിറങ്ങിയ ഒറ്റയാനെ തുരത്താൻ വയനാട്ടിൽ നിന്നും കുങ്കിയാനകൾ എത്തി. വിക്രം, ഭരത് എന്നീ ആനകളാണ് ഒറ്റയാനെ കാട് കയറ്റുക എന്ന ദൗത്യവുമായി എത്തിയത്. ആനയെ കാട് കയറ്റാൻ പരമാവധി ശ്രമിക്കുമെന്നും
വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടി ദൗത്യത്തിലേക്ക് കടക്കുമെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലും മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വീടിന്റെ ഇരുമ്പ് തൂണ് തകർത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതേ ആന ഫോറസ്റ്റ് വാച്ചറെ ആക്രമിച്ചിരുന്നു. പിന്നീട് വീണ്ടും ഇറങ്ങിയ ആന ഫോറസ്റ്റ് ജീപ്പും തകർത്തു. നിലവിൽ വാഴാനി വനമേഖലയിലുള്ള ആനയെ കണ്ടെത്തിയാൽ ഉടൻ കാടുകയറ്റാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും. കാടുകയറ്റൽ നടപടി വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടി ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു മാത്രമേ മയക്കുവെടിയിൽ തീരുമാനമുണ്ടാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. നവംബർ 3, 4, 5, 6 തീയതികളിൽ നടന്ന കലോത്സവത്തിൽ 476 പോയിന്റോടെ പത്രിപ്പാല GVHS ഓവറോൾ ചാമ്പ്യന്മാരായി. 476 പോയിന്റോടെ GVHS പത്രിപ്പാല അഗ്രിഗേറ്റ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 404 പോയിന്റോടെ HS മുണ്ടൂർ 2-ാം സ്ഥാനത്തും 376 പോയിന്റോടെ HS പറളി 3-ാം സ്ഥാനത്തുമെത്തി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിതയുടെ അധ്യക്ഷതയിൽ സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വലിയ അധ്വാനം അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ യാതൊരു പരാതിയുമില്ലാതെ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി തീർക്കുക എന്ന് പറയുന്നത് ഇവിടെ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ വലിയ പ്രയാസകരമായ ഒരു സംഗതി തന്നെയാണ്. ഇപ്പൊ ഒന്ന് നെടുവീർപ്പിടുകയാണ്. ഒരു പരാതിയുമില്ലാതെ വളരെ ആഘോഷപൂർവ്വം മത്സരം നടന്ന് വിജയികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ സമാപനത്തിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സബ് ജില്ലാ മത്സരം കഴിഞ്ഞ് ജില്ലാ മത്സരത്തിലും സംസ്ഥാന മത്സരത്തിലും ഇവിടെ പങ്കെടുത്ത ഒന്നാം തരം അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഇനിയും ഏറെ മുന്നിലേക്ക് പോകാൻ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലൊക്കെ പോകാൻ കഴിയട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അപൂർവം ചെറിയ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ A. ഷിഹാബ്, PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, പറളി AEO ബിന്ദു, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കറപ്പകം, മറ്റ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക T. അനിത സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. 37ാമത് കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ അടുക്കള ഉണർന്നു. പ്രധാന ഭക്ഷണ കേന്ദ്രമായ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരേ സമയം 1000 പേർക്ക് ഇരുന്നു കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് വെച്ച് 7 മുതൽ 10 വരെയുള്ള തീയതികളിലായി നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയും അടുക്കളയോടനുബന്ധമായിട്ടുള്ള ഈ ഹാളിൽ 1000-ലധികം വരുന്ന ആളുകൾക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഈ പാലക്കാട് ടൗണിലെ വിവിധങ്ങളായുള്ള സ്കൂളുകളിൽ അരങ്ങേറുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ അധ്യാപകർക്ക് അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പരിസരത്ത് വെച്ച് തന്നെ ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സബ് സെൻ്ററായിട്ട് BM സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതുമാതിരി നൂറുകണക്കായ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ട്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ MK നൌഷാദ് അലി, ADPI C. സന്തോഷ്, MA അരുൺകുമാർ, MR മഹേഷ് കുമാർ, AM അജിത്, K. അജില വിപിൻ, മനേഷ്, MJ ശ്രീനി, B. സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന ഭക്ഷണ കേന്ദ്രമായ വിക്ടോറിയ കോളേജിൽ തയ്യാറാക്കിയ വേദിയിൽ ഒരേ സമയം 1000 പേർക്കായി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രവൃത്തി പരിചയമേള നടക്കുന്ന BEM ഒരു സബ് സെൻ്റർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു മേളകൾ നടക്കുന്ന കാണിക്ക മാതാ സ്കൂൾ, ഭാരത് മാതാ സ്കൂൾ, ബിഗ് ബസാർ സ്കൂൾ, MES സ്കൂൾ എന്നിവിടങ്ങളിൽ മത്സരാർത്ഥികൾക്കും ആ കേന്ദ്രങ്ങളിലെ ഒഫീഷ്യൽസിനും ബുഫേ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം 8000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകിട്ടുള്ള ചായ, പലഹാരം, രാത്രിയിലെ ഭക്ഷണം എന്നിങ്ങനെ 4 നേരം ഭക്ഷണം ലഭ്യമാക്കും. അധ്യാപക സംഘടനയായ KSTIക്കാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ നഗരസഭ 6-ാം വാർഡ് കോട്ടക്കുളം പ്രദേശത്ത് നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ഇവിടെ ഒരു ടാങ്ക് നിർമ്മിച്ച് വെള്ളം ഇതിലേക്ക് എത്തിച്ച് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃത പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു.
ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ കടലാസിൽ ഈ പദ്ധതിയെ സംബന്ധിച്ചും അതിൻ്റെ മറ്റ് എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചും വിഭാവനം ചെയ്യുന്ന ലക്ഷ്യത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനാവശ്യമായി വരുന്ന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ രൂപകൽപ്പന ചെയ്താൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ കടമ്പകളുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 6ാം വാർഡ് കൗൺസിലർ ടി ബിന്ദു സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ഉണ്ണിത്താൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ, കെ ആർ അശ്വതി, നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ്, CPM കൊളപ്പുള്ളി LC സെക്രട്ടറി എൻ ജയപാൽ, CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുൻ നഗരസഭാ കൗൺസിലർമാരായ ഇ കെ ഉണ്ണികൃഷ്ണൻ, ഇ വിജയലക്ഷ്മി, എ ഗോപകുമാർ, VM ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്ക് അനുമതിയായത്. ഇവരെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പ്രത്യേകം അഭിനന്ദിച്ചു. ഷൊർണൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു ദേവസ്യ നന്ദി പറഞ്ഞു. അമൃത് 2.0 രണ്ടാം ഘട്ട പദ്ധതിയിൽ 10.98 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാവുക. പ്രവൃത്തി 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. SN കോളേജിന് സമീപത്തായി ബൂസ്റ്റർ പമ്പ് ഹൗസ് സ്ഥാപിച്ച് 2 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഉന്നതതല ജലസംഭരണിയും അനുബന്ധ ഘടകങ്ങളും സ്ഥാപിക്കുന്നതോടുകൂടി പ്രദേശത്തെ 200 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എന്റെ കരുതൽ എന്റെ പരിസ്ഥിതിക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 1.5 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ 11 കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. മങ്കര വെള്ള റോഡിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കണ്ണൻ നന്ദിയും പറഞ്ഞു. ഒട്ടനവധി പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് മങ്കര പഞ്ചായത്തിലെ 11 പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ബോട്ടൽ ബൂത്തുകൾ നമ്മളിന്ന് സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി വേനൽക്കാലമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബോട്ടിൽ ഡ്രിങ്ക്സുകളും ജനങ്ങൾ ഉപയോഗിക്കുകയും അത് വഴിയോരങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ച സ്ഥിരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ ബോട്ടിൽ ബൂത്തിൽ കളക്ട് ചെയ്യുകയും അത് സംസ്കരിക്കുന്നതിന് വേണ്ടി ഹരിത കർമ്മസേന എടുക്കുകയും ചെയ്യുന്നതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഷൊർണൂർ ടൗൺ കനറ ബാങ്ക് ഓട്ടോ സ്റ്റാൻഡുകളിലെ പെർമിറ്റ് ഹോൾഡർമാർക്ക് സ്റ്റാൻഡ് നമ്പർ അനുവദിച്ചു തുടങ്ങി. ഒരാഴ്ചയ്ക്കകം പെർമിറ്റ് ഹോൾഡർമാർ വാഹനങ്ങളിൽ സ്റ്റാൻഡ് നമ്പർ പതിക്കണമെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു. ഷൊർണൂർ ടൗൺ കനറ ബാങ്ക് സ്റ്റാൻഡുകളിൽ ഇതര സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകൾ അനധികൃത സർവീസ് നടത്തുന്നുണ്ടെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ചില വാഹനങ്ങൾക്ക് ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഇല്ലെന്നും പരാതികൾ ലഭിച്ചു. ഇതേ തുടർന്ന് ഷൊർണൂർ പോലീസ് ഇരു സ്റ്റാൻഡുകളിലെയും നിയമാനുസൃത പെർമിറ്റുകളുടെ വിവരശേഖരണം നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇരു സ്റ്റാൻഡുകളിലെയും പെർമിറ്റ് ഹോൾഡർമാർക്ക് പ്രത്യേകം തിരിച്ചറിയുന്നതിന് പോലീസ് സ്റ്റാൻഡ് നമ്പർ അനുവദിച്ചു തുടങ്ങിയത്. ഒരാഴ്ചയ്ക്കകം പെർമിറ്റ് ഹോൾഡർമാർ സ്വന്തം വാഹനങ്ങളിൽ സ്റ്റാൻഡ് നമ്പർ പതിക്കണം. സാങ്കേതിക കാരണങ്ങളാൽ ഇരു സ്റ്റാൻഡുകളിലെയും ആർക്കെങ്കിലും പെർമിറ്റ് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഇതിന് 2026 ജനുവരി 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ പോലീസ് SHO വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജനുവരി 31 ശേഷവും പെർമിറ്റ് അനുവദിക്കാത്ത ഓട്ടോറിക്ഷകൾ ഇരു സ്റ്റാൻഡുകളിലും പാർക്ക് ചെയ്യാവുന്നതല്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ മേഖലയിലെ പാടശേഖരങ്ങളിൽ ഓലച്ചുരുട്ടിപ്പുഴു ശല്യം കർഷകരെ വലയ്ക്കുന്നു. വിവിധ പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിലാണ്. 1 മാസം പ്രായമായ 2ാം വിള നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലായി ഏകദേശം 80 ഏക്കർ സ്ഥലത്താണ് പുഴുശല്യം മൂലം കർഷകർ ബുദ്ധിമുട്ടുന്നത്. മുട്ടിപ്പാലം, തിരുണ്ടി, ചെറുമുണ്ടശ്ശേരി, വേങ്ങശ്ശേരി, പയ്യപ്പാടം, മേലൂർ തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഓലചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം കൂടുതലായി കണ്ടുവരുന്നത്. ചില പാടശേഖരങ്ങളിൽ തണ്ടുതുരപ്പൻ്റെയും മഞ്ഞളിപ്പിൻ്റെയും പ്രശ്നവുമുണ്ട്. 1 മാസത്തിനിടെ 3 തവണ മരുന്നടിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്ന് കർഷകനായ IT പ്രദീപ് പറഞ്ഞു. ഇതിപ്പോൾ പീച്ചിപ്പാട പാടശേഖര സഭയിൽപ്പെട്ട പൊന്മണി നെൽകൃഷി ചെയ്തിട്ടുള്ള കർഷകർക്ക് ഈ തവണ ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം രൂക്ഷമാണ്. ഞാൻ 3 തവണ ഇപ്പോൾ അടുപ്പിച്ച് മരുന്നടിച്ചു, വിട്ടുപോകണില്ല. ഇവിടെ ഏകദേശം ഒരു 10-15 ഏക്കറോളം നെൽകൃഷി പൊന്മണിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും ഇതുണ്ട്.
ഈ ശല്യം. നിങ്ങൾ എത്ര ഏക്കർ? ഞാനിപ്പോൾ ഒരു 3 ഏക്കർ ചെയ്തിട്ടുണ്ട്. 3 ഏക്കറയിലുണ്ട്. 3 ഏക്കറിലാണ് പ്രദീപ് കൃഷി ഇറക്കിയിട്ടുള്ളത്. മരുന്നടിക്കുന്നതിന് വലിയ തുക വേണം. പൊന്മണി വിത്ത് ഉപയോഗിച്ച് കൃഷി ഇറക്കിയ കർഷകർക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത്. മൂപ്പ് കുറഞ്ഞ പൊന്മണി പോലുള്ള വിത്തുകളാണ് ചില കൃഷിയിടങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇതുകൊണ്ട് കർഷകർ പുറമേ നിന്ന് കിലോയ്ക്ക് 50 രൂപ നൽകിയാണ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന ഉമാവിത്ത് വിതച്ച ചില കർഷകർക്കും സമാന പ്രശ്നമുണ്ട്. ഞാറുനട്ട 25 ദിവസം മുതൽ 35 ദിവസം വരെ പ്രായമായ നെൽച്ചെടികളാണ് പുഴുശല്യം കാരണം പച്ചപ്പ് വിട്ട് വെള്ള നിറമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ പ്രശ്നം മൂലം 1-ാം വിള ഒഴിവാക്കുന്ന കർഷകരുടെ പ്രധാന ആശ്രയം 2-ാം വിളയാണ്. ഇതിനിടയിലാണ് ഓലചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യവും ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കവളപ്പാറ ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ഉദയാസ്തമന പൂജയും ശ്രീഭൂതബലിയും നവംബർ 8, 9 ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കും. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമാകുക. തുടർന്ന് ലക്ഷാർച്ചനയും അന്നദാനവും വൈകിട്ട് ദീപാരാധനയും ഉണ്ടായിരിക്കും. ഞായറാഴ്ച കാലത്ത് 5 മണിക്ക് ഗണപതി ഹോമത്തോടെ തുടങ്ങുന്ന ചടങ്ങിന് ശേഷം ഉദയാസ്തമന പൂജയും അന്നദാനവും വൈകിട്ട് ദീപാരാധനയും ഉണ്ടായിരിക്കും. ഭക്തർക്ക് എണ്ണ, പൂവ്, വിളക്കുമാല തുടങ്ങിയ വഴിപാടുകളും ലക്ഷാർച്ചനയ്ക്ക് ഓരോ കുട്ടപ്പൂവ് സമർപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF ഭരണം തുടരണമെന്ന ബോധത്തിലേക്ക് കേരളം രൂപപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനകരമായ വിജയം നേടാൻ കഴിയണമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കാൻ അത്യാവശ്യമാണെന്നും MA ബേബി. ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസ് AKG മന്ദിരം നാടിന് സമർപ്പിച്ചു. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെറും തട്ടിപ്പെന്ന് തൃശൂർ DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ. അതിദരിദ്രരുടെ ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന പരാതിയുമായി വയോധിക വടക്കാഞ്ചേരി നഗരസഭ കയറിയിറങ്ങുകയാണെന്നും ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ നഗരസഭയിൽ ഉണ്ടെന്നും അജിത് കുമാർ. താൻ പറ്റിക്കപ്പെട്ടെന്നും വീടും സ്ഥലവും ലഭിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരമെന്നും ഭുവനേശ്വരി അമ്മ. ഷൊർണൂർ നഗരസഭാ ദുർഭരണത്തിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഷൊർണൂർ രക്ഷായാത്രയ്ക്ക് തുടക്കം. കുതിരാനിൽ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകൾ. വിക്രം ഭരത് കുങ്കിയാനകൾ എത്തിയത് ഒറ്റയാനെ കാടുകയറ്റുക എന്ന ദൗത്യവുമായി. ആനയെ കാടുകയറ്റാൻ പരമാവധി ശ്രമിക്കുമെന്നും വിജയിച്ചില്ലെങ്കിൽ മാത്രം മയക്കുവെടിയെന്നും വനംവകുപ്പ് അധികൃതർ. പറളി ഉപജില്ലാ കലോത്സവത്തിന് സമാപനം. 476 പോയിന്റോടെ പത്തിരിപ്പാല GVHS ചാമ്പ്യന്മാർ. പാലക്കാട് 37ാമത് കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ അടുക്കള ഉണർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.